കള്ളൻ വലയിൽ. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ബൈക്കിലെത്തി മാല പൊട്ടിച്ച കേസിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ അതിസാഹസികമായി വയലിലൂടെ ഓടിച്ചിട്ട് പിടികൂടിയത്. പ്രതി പിടിയിലായതിന് പിന്നാലെ പുറത്തു വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടത്തിയ മോഷണ പരമ്പരയുടെ ചുരുളുകളാണ്. കാട്ടാക്കടയിലെ ഒരു വീട്ടിൽ നിന്ന് മാത്രം 75 പവനോളം സ്വർണം കവർന്നെന്ന് പ്രതി ശ്രീകാന്ത് ഫോർട്ട് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശ്രീകാന്ത് വിൽക്കാനായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ന് പാതിര കുർബാനയ്ക്കായി പള്ളിയിൽ പോയ സമയത്താണ് കാട്ടാക്കട സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിൽ മോഷണം നടന്നത്. ഭാര്യയുടെയും ഭാര്യ സഹോദരിയുടെയും ആഭരണങ്ങളാണ് വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയ കള്ളൻ കൊണ്ടുപോയത്. ഷൈൻകുമാറിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തുകയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ തിരിച്ചറിയാനായെങ്കിലും ശ്രീകാന്തിനെ പിടികൂടാനായിരുന്നില്ല. ഞങ്ങൾ 5:45 വരെ ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു. അടുത്ത് തിരിച്ച് 9:30 വീട്ടിൽ വരുമ്പോൾ ഈ മോഷണം എല്ലാം കഴിഞ്ഞിരുന്നു. കാട്ടാക്കട CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു CCTV വിഷ്വൽ കണ്ടെത്തി ഇന്ന ആളാണെന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 73 പവനോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. തുടർന്ന് ഇന്ന് ഫോർട്ട് പോലീസിന്റെ പരിധിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് വാഴത്തോപ്പിൽ ഒളിച്ചിരുന്ന പ്രതിയെ അതിസാഹസികമായി പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത്. 75 പവനോളം സ്വർണവും 67,724 രൂപയും 2 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി. പ്രതി ശ്രീകാന്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനോടൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.